റൂൾ 183 എന്തിനെ കുറിച്ചാണ്? ഏജ് ലിമിറ്റിനെ കുറിച്ചാണ് അല്ലേ പറയുന്നത്. അപ്പം ഏജ് ലിമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന റൂൾ ഏതാണ്? KCS ആക്ടിലെ റൂള് 183 183 ഹൈ ഓൾ, വെൽക്കം ടു CC ബാങ്ക്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മുടെ CACB എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എക്സാം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു, അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള അപ്പോയിൻമെൻറ്റിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ഏജ് ലിമിറ്റുമായിട്ട് KCS ആക്ടിൻ്റെ അകത്ത് പറയുന്ന ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങളുടെ CACB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. റൂൾ 183 എന്തിനെ കുറിച്ചാണ്? ഏജ് ലിമിറ്റിനെ കുറിച്ചാണ് അല്ലേ പറയുന്നത്. അപ്പം ഏജ് ലിമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന റൂൾ ഏതാണ്? KCS ആക്ടിലെ റൂള് 183 183. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 183 സബ് റൂൾ 1 പറയുന്നു, എ കാൻഡിഡേറ്റ് ഫോർ ദി അപ്പോയിൻമെന്റ് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 18 years. എന്നാണ് പറയുന്നത്. ഒരു മിനിമം എത്ര ഏജ് വേണം? 18 വയസ്സ് മിനിമം വേണം. And must not have completed 40 years of the age on the first day of January of the year in which for the application for appointment are invited. എന്താണ് പറയുന്നത്? അതിൻ്റെ മിനിമം ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു എത്രയാണ്? നമ്മൾ പറഞ്ഞതുപോലെ 18 വയസ്സാണ്. ഇനി മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണ് പറയുന്നത്? 40 വയസ്സാണ്. 40 വയസ്സ് എന്ന് വെച്ചാണ് നമ്മൾ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏത് ഡേറ്റ് വെച്ചാണ്? ഫസ്റ്റ് ഡേ ഓഫ് ജാനുവരി ഓഫ് ദി ഇയർ. അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന വർഷത്തിലെ ജനുവരി 1 എന്ത് വേണം? 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ 40 വയസ്സ് കഴിയുവാനും പാടില്ല, 40 വയസ്സിൽ കൂടുവാനും പാടില്ല. ഇതെന്താണ്? ജനറൽ കാറ്റഗറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റൂളാണ്. ഇനി നമുക്ക് നോക്കാം. Provided that the upper age limit shall be raised by 5 years in the case of candidate belonging to any of the SC/ST and by 3 years in the case of the candidate belonging to any of the other backward classes. എന്താണ് പറയുന്നത്? അപ്പർ ഏജ് ലിമിറ്റ് നമ്മൾ ആദ്യം പറഞ്ഞു എത്ര വയസ്സാണ്? 40 വയസ്സ് ആണ് എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ തന്നെ SC/ST കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് എത്ര വർഷത്തെ ഇളവ് ലഭിക്കും? 5 വർഷത്തെ ഇളവ് ലഭിക്കും. അതായത് ജനുവരി 1 അവർക്ക് 45 വയസ്സിൽ കൂടുവാൻ പാടില്ല. ഇനി OBC കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് പറയുന്നത്? 3 വർഷം എന്ത് കിട്ടും? ഏജ് റിലാക്സേഷൻ കിട്ടും. അവർക്ക് ജനുവരി 1 43 വയസ്സിൽ കൂടുവാൻ പാടില്ല. ഇനി നമുക്ക് നോക്കാം. ആൻഡ് ബൈ 3 years in the case of candidate who are ex-servicemen. എന്താണ് പറയുന്നത്? മുൻ പട്ടാളക്കാർ അല്ലെങ്കിൽ വിമുക്ത ഭടന്മാർക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം? അവർക്ക് 3 വർഷം ഇളവ് ലഭിക്കും. അങ്ങനെ അവർക്ക് 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. Provided further that in the case of applicant who are employees of cooperative society for appointment of Apex society and other societies having one or more district as its area of operation, maximum age limit shall be 50 years. കഴിഞ്ഞ എക്സാമിൽ നമ്മളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു അല്ലേ? എന്താണ്? അപ്പെക്സ് സൊസൈറ്റിയിലേക്കുള്ള അപ്പോയിൻമെന്റിന്റെ കേസ്, അപ്പോയിൻമെന്റ് ഓഫ് ദി അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് ആണ് ചോദിച്ചത്. എത്രയായിരുന്നു? 50 വയസ്സാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അപ്പോയിൻമെന്റ് in the case of applicant who are employees of cooperative society, ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവർ നിലവിൽ എംപ്ലോയീസ് ആണ്. ആൻഡ് അവരെന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുകയാണ്. അപ്പെക്സ് സൊസൈറ്റിയിലേക്കുള്ള വേക്കൻസി വരുമ്പോൾ അവർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാക്സിമം എത്ര വയസ്സ് വരെ എഴുതാൻ പറ്റും? 50 വയസ്സ് വരെ എഴുതുവാനായിട്ട് പറ്റും. Provided also that in the case of applicant to the post mentioned in sub rule 3 and 4 of rule 185, the maximum age limit shall be 45 years. എന്താണ് പറയുന്നത്? നമ്മുടെ പ്രൊവൈഡർ ഓൾസോ ദാറ്റ് ഇൻ ദി കേസ് ഓഫ് ആപ്ലിക്കൻറ്റ് ടു ദി പോസ്റ്റ് മെൻഷൻഡ് ഇൻ സബ് റൂള് 3 4 പ്രതിപാദിച്ചിരിക്കുന്ന 185ന്റെ സബ് റൂൾ 3 4 പ്രതിപാദിച്ചിരിക്കുന്ന കേസിൽ എത്ര വയസ്സ് വരെ പറ്റും? 45 വയസ്സ് വരെ. Provided also that the case of applicant who are physically handicapped person, the upper age limit raised by 10 years. എന്താണ് പറയുന്നത്? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റിസർവേഷൻ ഉണ്ട്. അവർക്ക് എത്ര വയസ്സിൻ്റെ ഇളവ് ലഭിക്കും? 40 വയസ്സിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ 40 വയസ്സ് CACB അപ്ലൈ ചെയ്യുമ്പം 40 വയസ്സ് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജനുവരി 1 40 വയസ്സെന്ന് പറയാറുണ്ട് അല്ലേ.
നമ്മുടെ PH കാറ്റഗറിയിലുള്ളവർക്ക് ഒരു 10 വർഷം കൂടി റിലാക്സേഷൻ കിട്ടും. അവർക്ക് 50 വയസ്സ് വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. Provided also that in the case of applicant who are widows and upper age limit shall be raised by 5 years. ഇത് കൂടാതെ വിധവകളായിട്ടുള്ള ആളുകൾ, ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് എന്ത് കിട്ടും, ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് 5 വയസ്സ്, അതായത് അവർക്ക് എത്ര വയസ്സ് വരെ എഴുതാം, 45 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യുവാനായിട്ട് പറ്റും. അപ്പം നമുക്ക് അറിയാം നമ്മുടെ ഏജും ഇതുപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് ഈ ഒരു പറഞ്ഞ ഏജ് ലിമിറ്റിലോട്ടൊന്നും എത്തണ്ട, അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ജോലിയിലേക്ക് എത്തണം അല്ലേ. അപ്പോൾ അതിനെന്താ വേണ്ടത്, കാരണം വളരെ കുറച്ച് സമയം കൊണ്ട്, ഇപ്പം നിങ്ങളുടെ വയസ്സ് എത്ര ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്കിപ്പം ഏജ് ലിമിറ്റ് കഴിഞ്ഞു, ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു ഏജ് ലിമിറ്റ് കണ്ടില്ലേ, നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്നവരാണെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പം തന്നെ തുടങ്ങിയാൽ ഈ വർഷം തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ജോലിയിൽ കയറാം. അതുപോലെ ഇപ്പോൾ പഠിക്കാനായിട്ട് തുടങ്ങുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഏജ് വരെ നിങ്ങൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ മുൻപിൽ വളരെ വിശാലമായിട്ടുള്ള അവസരമാണുള്ളത്. കുറച്ചധികം സമയം നിങ്ങളുടെ മുൻപിലുണ്ട്. പക്ഷേ ഇനിയുള്ള സമയം കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ 2026 അവസാനം എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ജോലിയിൽ നേടുവാനായിട്ട് പറ്റും. എങ്ങനെയാണെന്നല്ല, ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു കാര്യം പറയാം. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 മാസം കൂടുമ്പോഴെന്ത് വരും, നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ അപ്പോയിൻമെൻറ്റിന് നമുക്ക് മാക്സിമം ഒരു കാലാവധി വരുന്നത് എത്രയാണ്, 6 മാസം വരെയാണ്. 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും, എക്സാം നടന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പറ്റും. നമുക്ക് PSCനെ പോലെ 3 വർഷം ഒരുപാട് കാത്തിരിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങിക്കൊള്ളുക, നിങ്ങളുടെ ടേൺ ആണ്. അപ്പം നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് CC ബാങ്ക് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമ്മുടെ 6 മന്തിൻ്റെയും 3 മന്തിൻ്റെയും ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 6 മന്ത് ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു CSEB എക്സാമിന് ബേസ് മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഇനി 3 മന്ത് ബാച്ചിലേക്ക് വരികയാണെങ്കിൽ കട്ട് ഓഫിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടും ഒരു കട്ട് ഓഫ് മറികടക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പുഷ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചെറിയൊരു സഹായമാണ് നമ്മുടെ 3 മന്ത് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ബാച്ച് ആയിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ 8921440580 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. Sub rule 2, no employee shall be eligible to continue the service of a society after the last day of the month in which he attained the age of 58 years. എന്താണ് പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്, ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകണം, ജനുവരി 1 40 വയസ്സിൽ കൂടുവാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ജനറൽ കാറ്റഗറിയുടെ കാര്യത്തിൽ പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, നമ്മൾ സർവീസ് കയറി കഴിഞ്ഞോട്ടോ, നമ്മളെല്ലാവരും ജോലിയിൽ കയറി. ഇനി അടുത്തത് എന്താണ്, ജോലിയിൽ നിന്ന് എന്ന് ഇറങ്ങി പോകണം എന്നാണ് പറയുന്നത്. നോക്കാം. നോ എംപ്ലോയി ഷാൽ ബി എലിജിബിൾ ടു കണ്ടിന്യൂ ദി സർവീസ് ഓഫ് എ സൊസൈറ്റി ആഫ്റ്റർ ദി ലാസ്റ്റ് ഡേ ഓഫ് ദി മന്ത് ഇൻ വിച്ച് ഹി അറ്റൈൻഡ് ദി ഏജ് ഓഫ് 58 years. അതായത് നിങ്ങൾക്ക് ഏത് മാസമാണോ, നിങ്ങളിപ്പോൾ ബാങ്കിൽ ജോലിക്ക് കയറി, നിങ്ങൾക്ക് ഏത് മാസമാണോ 58 വയസ്സ് പൂർത്തിയാകുന്നത്, ആ മാസത്തിന്റെ അവസാനം എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ അത് ആ സൊസൈറ്റിയിൽ നിന്നും പടിയിറങ്ങിയിരിക്കണം. Provided that part-time contingent employee shall be eligible to continue in the service of the society up to the last day of the month in which he or she attained the age of 70 years. എന്താണ് പറയുന്നത്, നമ്മൾ പറഞ്ഞു 58 വയസ്സാകുമ്പോൾ നമ്മൾ പടി ഇറങ്ങണമെന്ന് പറഞ്ഞു. എന്നാൽ പോലും പാർട്ട് ടൈം കണ്ടിജന്റ് എംപ്ലോയീസിനാണെങ്കിൽ അവർക്ക് ഏത് മാസമാണോ 70 വയസ്സ് പൂർത്തിയാകുന്നത്, ആ മാസത്തിന്റെ അവസാനം എന്ത് ചെയ്തിരിക്കണം, അവർ സർവീസിൽ നിന്നും ഇറങ്ങണം. അപ്പം നമ്മുടെ CSEB എക്സാമിന് തയ്യാറെടുക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുൻപിലേക്കുള്ള ഒരൊറ്റ ചോയ്സാണ് നമ്മുടെ CC ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് കോഴ്സ് ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ CSEB മാത്രമല്ല PSC ആയിക്കൊള്ളട്ടെ, സെറ്റ് ആയിക്കൊള്ളട്ടെ, നെറ്റ് ആയിക്കൊള്ളട്ടെ, ഏത് കോഴ്സുകളാണെങ്കിൽ CCയിൽ ഇവിടെ ഭദ്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമ്മുടെ CC ലേണിംഗ് ആപ്പ് അവൈലബിൾ ആണ്. നിങ്ങളതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി അപ്ഡേറ്റ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ റാങ്ക് പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഇനി ഏത് ടോപ്പിക്കിൽ നിന്നാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അതിൻ്റെ അകത്ത് കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്